ലോകം വീഴ്ച കാണാനായിട്ട് കാത്തിരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മ നിറവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, വീഴിക്കുന്നവനല്ല ദൈവം. വീഴ്ച കണ്ട് സന്തോഷിക്കുവാൻ അനുവദിക്കുന്ന ദൈവമല്ല. തകർച്ച കണ്ട് മറ്റുള്ളവരെ സന്തോഷിക്കുവാൻ അനുവദിക്കുന്ന ദൈവമല്ല ഞാൻ നിങ്ങളെ സേവിക്കുന്ന ദൈവം. വചനം ഇങ്ങനെ പറയുന്നു, എൻ്റെ വീഴ്ചയ്ക്ക് എൻ്റെ ചങ്ങാതിമാര് കാത്തിരിക്കുകയാണ്. എൻ്റെ വീഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. സ്നേഹിത ദൈവ വൈതലേ, വീഴ്ചയ്ക്ക് വേണ്ടി ലോകം മുഴുവൻ കാത്തിരുന്നാലോ, വീഴ്ചയ്ക്ക് വേണ്ടി ആരെല്ലാം കാത്തിരുന്നാലോ, ദൈവ വീഴ്ച അനുവദിക്കുന്ന ദൈവമല്ല. ദൈവം വീഴ്ത്തുന്ന ദൈവമല്ല. സകല മനുഷ്യര് വീഴ്ചയ്ക്ക് കാത്തിരുന്നാലോ ദൈവത്തിന് പറയാൻ ഒരു ദൂതുണ്ട്. ആ ദൂത് ഇങ്ങനെയാണ്. യെരമ്യാ പ്രവചനം 20:11 പറയുന്നു, ചങ്ങാതിമാർ വീഴ്ചയ്ക്ക് കാത്തിരിക്കട്ടെ, സ്നേഹിതർ വീഴ്ചയ്ക്ക് കാത്തിരിക്കട്ടെ, ലോകം വീഴ്ചയ്ക്ക് കാത്തിരിക്കട്ടെ. സർവത്ര ഭീതി, സഹിക്കാൻ മേലാത്ത വിഷയങ്ങൾ, തകർന്ന ഹൃദയവുമായി കത്തുന്ന ഹൃദയവുമായിട്ടിരിക്കുമ്പോൾ എനിക്ക് വയ്യ, സഹിക്കാൻ മേല എന്ന് യിരെമ്യാ 20-ാം അധ്യായത്തെ അതെ 9-10 വാക്യങ്ങളിൽ എനിക്ക് വകയായ എന്ന് പറഞ്ഞെങ്കിൽ അതിനപ്പുറത്തൊരു ദൂത് ആത്മാവ് രേഖപ്പെടുത്തി. അതാ 11-ാം വാക്യം. അതിങ്ങനാണ്, യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെ ഉണ്ട്. ചേർന്നാത്മാവിൽ വിളിച്ചു പറയാ, സഹിക്കാൻ മേലാത്തവരോട് ഞാൻ വിളിച്ചു പറയുന്നു, വീഴ്ച കാണാൻ ലോകം കാത്തിരിക്കുമ്പോ അവർക്കുള്ള മറുപടിയാണ് ഇങ്ങനെ വിളിച്ചു പറയാ, സഹിക്കാൻ മേലാതിരിക്കുന്നെങ്കിൽ യഹോവ ഒരു മഹാവീരനെ പോലെ നിന്നോട് കൂടെയുണ്ട്.